ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട്. നമുക്ക് എത്ര സമ്പാദ്യം കിട്ടിയാലാണ്, എത്ര സമ്പാദ്യങ്ങൾ നേടിയാലാണ് നമ്മൾ പൂർത്തീകരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഹാപ്പിനെസ് പൂർത്തീകരിക്കുക? അറിയോ? അല്ലെങ്കിൽ ഒരുപാട് സമ്പാദ്യം ഉണ്ടായിട്ട് എനിക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ ചിന്തിക്കുന്നവരില്ല. എത്ര കിട്ടിയാലാണ് നിങ്ങൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക, മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക? അതറിയില്ല. നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നിടത്തോളം നമുക്ക് ചിലവുകളുണ്ട്. നമുക്കിങ്ങനെ ആർത്തിയാണ്, പണത്തിനോടുള്ള ആർത്തി, അല്ലേ? ഒരു കഥയുണ്ട്, ഞാനിങ്ങനെ വായിക്കുന്നെടുക്ക് എൻ്റെ പുസ്തകത്തിൽ ഞാനിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കണ്ടൊരു കഥയാണ്. ദാനം എന്നാണ് അതിൻ്റെ പേര് എഴുതിയിട്ടുള്ളത്. ഒരു പാവപ്പെട്ട മനുഷ്യൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, ഞാൻ എന്തുകൊണ്ടാണ് ഇത്ര ദരിദ്രനായത്? ദൈവം മറുപടി പറഞ്ഞു, അതിന് കാരണക്കാരൻ നീ തന്നെയാണ്. ദാനം ചെയ്യാൻ നീ പഠിച്ചിട്ടില്ല. ദൈവത്തിൻ്റെ ഈ മറുപടി കേട്ട് ഈ പാവപ്പെട്ട മനുഷ്യന് വല്ലാതെ ചിന്തിച്ചു പോയി. എന്താ ദൈവം ഇങ്ങനെ പറയുന്നത്? അത് കേട്ട് അതിശയം പ്രകടിപ്പിച്ചുകൊണ്ട് ആ പാവപ്പെട്ട മനുഷ്യൻ ചോദിച്ചു, പക്ഷേ ദാനം ചെയ്യാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ, പിന്നെ ഞാൻ എങ്ങനെ ദാനം ചെയ്യാനെന്ന്? അതിന് ദൈവം കൊടുത്ത മറുപടി ഇങ്ങനെയാണ്. ദൈവം പറഞ്ഞു, മറ്റുള്ളവർക്ക് വേണ്ടി ഒരു പുഞ്ചിരി തൂകുവാൻ നിൻ്റെ മുഖത്തിന് കഴിയും. ദുഃഖത്തിൽ അവരെ ആശ്വസിപ്പിക്കുന്ന മധുരമായ വാക്കുകൾ നിൻ്റെ നാവ് കൊണ്ട് പറയാനും നിനക്ക് കഴിയും. എന്നിട്ടും നീ പറയുന്നു, മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ലെന്ന്. മറ്റുള്ളവരെ നോക്കി പുഞ്ചിരിക്കുമ്പോൾ നീ ദാനം ചെയ്യുകയാണ്. മറ്റുള്ളവരെ നോക്കി പുഞ്ചിരിക്കുമ്പോൾ നീ ദാനം ചെയ്യുകയാണോ? നല്ല വാക്കുകൾ പറയുമ്പോഴും നീ ദാനം ചെയ്യുകയാണോ? ഇത് ശരിക്ക് നമ്മളോടുകൂടെ പറഞ്ഞതല്ലേ? നമ്മളിങ്ങനെ പരാതിപ്പെട്ട് മറ്റുള്ളവരെ ഈ നമ്മളെക്കാൾ ഉയർന്ന ആളുകളിലേക്ക് നോക്കിയിട്ട് നമ്മളിങ്ങനെ പരാതിപ്പെടുകയല്ലേ? നമുക്ക് ആരെങ്കിലും ആശ്വസിപ്പിക്കാനുള്ള നേരമുണ്ടോ? പുഞ്ചിരിക്കാനുള്ള നേരമുണ്ടോ? ഇല്ല. നമ്മുടെ പുഞ്ചിരി ഒരു ദാനമാണ്, ധർമ്മമാണെന്ന് നമ്മളൊക്കെ പഠിച്ചതാണ്. പക്ഷേ പുഞ്ചിരി കൊണ്ടോ നല്ല വാക്കുകൾ കൊണ്ടോ പറയാൻ നമുക്ക് നേരല്ല. കാരണം എന്തുകൊണ്ടാണ്? നമുക്ക് തേച്ചാൽ തേയുന്നില്ലല്ലോ. അപ്പോൾ സമ്പത്ത് നേടി എന്നുള്ളത് കൊണ്ട് നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെ സഹായിക്കാൻ നിൽക്കും എന്ന് പ്രതീക്ഷിക്കേണ്ട. നമുക്ക് എത്ര കിട്ടിയാലും അത് മതിയാകില്ല. അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്കുള്ള, നമ്മുടെ കൂടെയുള്ള 2 കാര്യങ്ങളല്ലേ ഇതുപയോഗിച്ച് മറ്റുള്ളവർക്ക് ദാനം ചെയ്യാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ സ്വന്തമായിട്ട് നമ്മളറിയാതെ തന്നെ വളർന്നുകൊണ്ടിരിക്കും. ചെയ്യണ്ടേ? പുഞ്ചിരിക്കണം. ഇളിക്കാനല്ല ഞാൻ പറഞ്ഞത്. ഒരാളെ മുഖത്ത് നോക്കിയിട്ട് പുഞ്ചിരിക്കുക. നമ്മൾ ഇളിക്കലും പുഞ്ചിരിക്കലും വ്യത്യാസമല്ലേ? ചില ആളുകൾക്ക് ഇളി കാണുമ്പോൾ എന്നെന്താ ആക്കുകയാണെന്നൊക്കെ തോന്നും. സോ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പുഞ്ചിരി നൽകാൻ പാകത്തിന് വളരാൻ വേണ്ടി നമ്മുടെ സമയങ്ങൾ മാറ്റിവെക്കണം. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരുടെ മുഖത്ത് നോക്കിയിട്ട് പുഞ്ചിരിക്കുക എന്ന് പറയുന്നതാണ് നമുക്കൊരു ചിലവില്ലാതെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. അവരുടെ പ്രശ്നങ്ങളിൽ മധുരമുള്ള വാക്കുകൾ കൊണ്ട് ആശ്വാസമേകാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ എടുക്കുന്ന സമയം, നമ്മൾ ചിലവാക്കുന്ന സമയമൊക്കെ നമ്മുടെ ലൈഫിൽ വലിയ അർത്ഥമുള്ളതായിട്ട് മാറുന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്.